നമസ്കാരം. തമിഴകത്ത് നടൻ വിജയ് ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. വിജയിയെ പലരും എഴുതി തള്ളിയിരുന്നു. മൂന്നാം വട്ടവും അധികാരത്തിലെത്താൻ ഒരു തടസ്സവുമില്ല എന്നായിരുന്നു സ്റ്റാലിൻ നനച്ചിരുന്നത്. സ്റ്റാലിന് തന്നെയായിരിക്കും അധികാരമെന്നായിരുന്നു എക്സിറ്റ് പോളുകളും സർവേകളും. വിജയ് കച്ചി തൊടില്ല എന്നായിരുന്നു പലരുടെയും നിഗമനം. എന്നാൽ വിജയ് ഒറ്റയ്ക്ക് തമിഴകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റാണ്. വിജയിയുടെ TVK നേടിയത് 108 സീറ്റ്. രണ്ടിടത്ത് വിജയ് മത്സരിച്ചതുകൊണ്ട് 107 സീറ്റായി മാറും. അതുകൊണ്ട് തന്നെ വിജയിക്ക് 11 പേരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിലേ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റൂ. DMK സഖ്യത്തിന്റെ ഭാഗമായി 5 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പാർട്ടി സഖ്യത്തെ ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാടി വിജയിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും 112 സീറ്റുകൾ മാത്രമേ ആവൂ. ഇനിയും 6 MLA പിന്തുണ കൂടി ഉണ്ടെങ്കിലേ വിജയിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയൂ. നാളെ സത്യപ്രതിജ്ഞയ്ക്ക് അവസരം തരണമെന്നും താൻ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും ഗവർണർ രാജേന്ദർ അർലേക്കറെ പോയി കണ്ടു പറഞ്ഞെങ്കിലും ഗവർണർ വിസമ്മതിച്ചു. പതിവ് തെറ്റിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിനുള്ള MLA ലിസ്റ്റ് തന്നാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകൂ എന്ന് ഗവർണർ പറഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ വിജയിയെ കുഴപ്പത്തിലാക്കി. ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞ മാറ്റിവെച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ചർച്ചകളിലൂടെ പിന്തുണ ഉറപ്പാക്കി ഭൂരിപക്ഷം തെളിയിക്കാം എന്ന വിശ്വാസത്തിലായിരുന്നു. 4 MLA പട്ടാളി മക്കൾ കച്ചി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്തയുണ്ട്. ബാക്കി കുറച്ചുപേരെ കൂടി പിടിച്ച് പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ്. BJP സഖ്യം വിട്ട് അണ്ണാ-DMK TVKയുടെ ഒപ്പം ചേരും എന്ന് കണക്കാക്കുന്നവരും, അതല്ല അണ്ണാ-DMKയിൽ ഒരു പറ്റം MLA വരുമെന്ന് കരുതുന്നവരും, മറ്റു ചില സ്വതന്ത്ര പിന്തുണയ്ക്കുമെന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ട്. ലീഗും CPM-ഉം CPI ശ്രമിച്ചാൽ പോലും കോൺഗ്രസിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് വിജയിക്ക് സർക്കാർ ഉണ്ടാക്കാം. എന്നാൽ DMKയോട് പിണങ്ങേണ്ടതില്ല, DMK സഖ്യം വിടേണ്ടതില്ല എന്നാണ് അവരുടെ തീരുമാനം. DMK ഉള്ളതുകൊണ്ട് മാത്രമാണ് 2 MP ഈ പാർട്ടികൾക്ക് ലഭിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ DMK സഖ്യത്തെ ചതിക്കേണ്ട എന്നാണ് CPM-ഉം CPI-യും ലീഗും തീരുമാനിച്ചത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഉള്ള MLA കൂറുമാറിപ്പോകുന്നത് ഒഴിവാക്കാൻ മനസ്സോടെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. എന്ത് സാഹചര്യത്തിലാണെങ്കിലും വിജയ് തന്നെ സർക്കാർ ഉണ്ടാക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കുക, എന്നിട്ട് അതിശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോവുക. ഇവരിൽ ആരെങ്കിലും പിന്തുണ പിൻവലിച്ചാൽ അപ്പോൾ തന്നെ സർക്കാരിനെ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതുപോലെ സഹതാപ തരംഗത്തോടെ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുക എന്നതാണ് വിജയുടെ തന്ത്രം. അതുകൊണ്ട് തന്നെ വിജയ് മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിരവധി സിനിമകൾ അഭിനയിച്ച് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായി തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായി മാറിയ വിജയ് 2 വർഷം മുമ്പാണ് TVK എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. ആരും നനച്ചിരുന്നില്ല ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയധികം സീറ്റ് കിട്ടുമെന്ന്. കുറച്ച് സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിരുന്ന് 5 വർഷം കഴിഞ്ഞ് അധികാരം പിടിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് വിജയ് അധികാരത്തിന് തൊട്ടടുത്തെത്തി. ഇനി വിജയ്ക്ക് അധികാരത്തിലേക്ക് അധികം അകലമില്ല. അഥവാ വിജയുടെ സർക്കാർ പരാജയപ്പെട്ടാലും വലിയ ഭൂരിപക്ഷത്തിൽ തമിഴ് മക്കൾ വിജയെ അധികാരത്തിലേറ്റുമെന്ന് തീർച്ച. അതാണ് തമിഴ്നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സ്. അവർ ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ് ദീർഘകാലമായി. വിജയിലൂടെ അവർ ആ രക്ഷകനെ കാണുന്നു. പെരിയാർ EV രാമസ്വാമി തുടങ്ങി വെച്ച ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ കണ്ണിയായി മാറുകയാണ് വിജയ് എന്ന ഇളയ ദളപതി. പെരിയാറിന്റെ ശിഷ്യനായിരുന്ന അണ്ണൈദുരൈയായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തിന് അടിത്തറ പകർന്നത്. കടമൈ, കണ്ണിയം, കട്ടുപ്പാട് എന്നീ 3 പ്രിൻസിപ്പളുകളിൽ അധിഷ്ഠിതം വരുന്നത്. കടമ, ആത്മാർത്ഥത, അച്ചടക്കം, ഈ 3 പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായാണ് ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിന് അണ്ണാദുരൈ രൂപം കൊടുത്തത്. പെരിയാറിന്റെ ആശയ സംഹിത ഉൾക്കൊണ്ടുകൊണ്ട് അണ്ണൈദുരൈക്ക് ശേഷം കരുണാനിധി ചുമതലക്കാരനാവുന്നു. അവിടേക്കെത്തിയ മലയാളിയ MGR 1972 ദ്രാവിഡിയൻ സംസ്കാരം മറക്കുന്നു എന്ന് പറഞ്ഞ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് പുതിയൊരു വേർതിരിവുണ്ടാക്കി തുടങ്ങിയതാണ് അണ്ണാ-DMK. അതോടെ DMKയേക്കാൾ വലിയ പ്രസ്ഥാനമായി അണ്ണാ-DMK മാറുന്നു. 3 തവണ തുടർച്ചയായി തമിഴ്നാടിനെ ഭരിച്ചിളക്കിയ ആളാണ് MGR. MGRന്റെ മരണശേഷം ആ ചുമതല ഏറ്റെടുത്തത് ജയലളിതയായിരുന്നു. ജയലളിതയും അകാലത്തിൽ പൊലിഞ്ഞുപോയി. ജയലളിതയ്ക്ക് പിൻഗാമിയില്ലാതെ വന്നതോടെ അണ്ണാ-DMK പ്രതിസന്ധിയിലായി. എടപ്പാടി പളനിസ്വാമിയും പനീർശെൽവവുമൊക്കെ ചേരി തിരിഞ്ഞ് യുദ്ധം നടത്തി ഒടുവിൽ BJP ക്യാമ്പിലെത്തി പുതിയ സഖ്യമുണ്ടാക്കിയെങ്കിലും തമിഴ്നാട്ടിലെ ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിന് ചേരാത്തതായി അത്. ഒരു വശത്ത് തമിഴ് ദേശീയത തള്ളിപ്പറയുന്ന
BJP അണ്ണാഡിഎംകെ സഖ്യം, മറുവശത്തെ സ്റ്റാലിന്റെ കുടുംബാധിപത്യം കലർന്ന അഴിമതി പുരണ്ട ദ്രവീഡിയൻ രാഷ്ട്രീയം. ഇതിന് രണ്ടിനുമെതിരെ പുതിയ രക്ഷകനായി തമിഴ്നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ കരുതിയത് വിജയിയാണ്. തമിഴ് ജനത എക്കാലത്തും ഇങ്ങനെയാണ്. കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുള്ള നാടാണത്. അവർ സിനിമയിൽ കാണുന്ന ദൈവത്തെ അവരുടെ ജീവന്റെ ഭാഗമായി കരുതുന്നു. അവരുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വിജയ്. ആ വിജയിയെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. വിജയ് ആവട്ടെ കൃത്യമായ പദ്ധതിയോടെയാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 2 വർഷം മുമ്പ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. രാഷ്ട്രീയ പാർട്ടി കൃത്യമായ രൂപത്തിലേക്കാക്കി ജില്ലകൾ തോറും അദ്ദേഹം പര്യടനത്തിന് പദ്ധതിയിടുന്നു. എന്നാൽ വിജയിയുടെ കണക്കുകൂട്ടലിനെ തെറ്റിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതിന്റെ 10 മടങ്ങ് ആളുകൾ എത്താൻ തുടങ്ങിയതോടെ ക്രൗഡ് മാനേജ്മെന്റ് പ്രശ്നമാകുന്നു. ഒരിടത്ത് ആൾക്കൂട്ട അപകടമുണ്ടാവുകയും ആളുകൾ മരിക്കുകയും ചെയ്തതോടെ പിന്നെ ജില്ല തോറുമുള്ള പര്യടനം നിർത്തിവെക്കേണ്ടി വരുന്നു. എല്ലാ ജില്ലകളിലും പര്യടനം പൂർത്തിയായി കഴിയുമ്പോൾ തമിഴ്നാട് മുഴുവൻ ഇളകി മറിയുമെന്നും അതിനൊടുവിൽ ജനനായകൻ എന്ന സിനിമ കൂടി റിലീസ് ചെയ്യുന്നതോടെ തമിഴ്നാട്ടിലെ ഏക നേതാവായി മാറുമെന്നും കണക്കുകൂട്ടിയായിരുന്നു വിജയുടെ പ്രവർത്തനം. അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, ദുരന്തമുണ്ടായതോടെ ജില്ല തോറുമുള്ള വിജയിയുടെ യോഗങ്ങൾ നടക്കാതെ പോകുന്നു. എങ്ങനെയും വിജയെ ശ്വാസം മുട്ടിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികൾ ഒരു യോഗത്തിനും അനുമതി നൽകിയില്ല. കോടതിയിൽ പോയി നടത്തിയ പോരാട്ടവും പരാജയപ്പെടുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വിജയ സൂപ്പർ ഹീറോയാക്കി ഇറങ്ങാനിരുന്ന സിനിമയ്ക്ക് റിലീസിംഗ് അവകാശവും നിഷേധിക്കപ്പെടുന്നു. ഈ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിട്ടും വിജയ് 108 സീറ്റിൽ ജയിച്ചു എന്നത് ഏറ്റവും അധികം ഞെട്ടിച്ചത് എതിരാളികളെയാണ്. ഇവിടെയാണ് വിജയ് ഇനി മാസ്റ്റർ സ്ട്രോക്കിന് തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാത്തത്. വിജയ് പിന്തുണയ്ക്കാൻ ആളുകൾ പടിപടിയായി എത്തും. ആ പിന്തുണ ദുർബലമാണെങ്കിൽ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി വലിയ പിന്തുണ ഉണ്ടാക്കാൻ വിജയ്ക്കറിയാം. രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിന് ധൈര്യമില്ലാതെ പോയപ്പോൾ ആ ധൈര്യം വീണ്ടെടുത്ത് രംഗത്തിറങ്ങിയതാണ് വിജയ്. ജയലളിതയുടെ പിൻഗാമിയായി വരേണ്ടിയിരുന്നത് രജനീകാന്താണ്. രാഷ്ട്രീയ പ്രവേശനത്തിന് കോപ്പുകൂട്ടിയെങ്കിലും ധൈര്യമില്ലാത്തതുകൊണ്ടും അനാരോഗ്യം കൊണ്ടും പിന്മാറി. അവിടെയാണ് വിജയ് പ്രത്യക്ഷപ്പെട്ടതും വിജയത്തിന്റെ അരികിലെത്തി നിൽക്കുന്നതും. അതെ, അണ്ണാദുരൈയുടെയും കരുണാനിധിയുടെയും MGRന്റെയും ജയലളിതയുടെയും അടുത്ത പിൻഗാമി വിജയ് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന 2 പതിറ്റാണ്ടെങ്കിലും തമിഴ്നാട് അടക്കി വാടാൻ പോകുന്നത് വിജയിയുടെ രാഷ്ട്രീയമായിരിക്കും.